നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതിരിക്കുക. അതുപോലെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവഭാഗ്യം നൽകുന്നതിനായി ശ്രീ മഹാസുദർശന യന്ത്രം, ധനം ഏറുന്നതിനായി മഹാലക്ഷ്മി യന്ത്രം, ധനലക്ഷ്മി യന്ത്രം തുടങ്ങി ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഉപാസന പ്രാർത്ഥനകൾക്കും ദിവസ പ്രാർത്ഥനകൾക്കും പൂജാ പ്രാർത്ഥനകൾക്കും ശേഷം ബലപ്പെടുത്തി നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ്. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്വജംബുബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഹരി ഓം. ഓം വിഘ്നേശ്വര, ഓം പരമേശ്വര ഭഗവാനി, ഓം പാർവതീദേവി അമ്മേ ഭഗവതി അയ്യപ്പസ്വാമി, ഓം സുബ്രഹ്മണ്യ സ്വാമി ഭഗവാനി, ഓം കാർത്തി, ഓം ദുർഗാദേവി അമ്മേ ഭദ്രകാളി അമ്മേ. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. വളരെ അനിവാര്യമായ വളരെ വലിയ സൗഭാഗ്യകരമായിരിക്കുന്നൊരു കാര്യം അറിയിക്കുന്നതിനായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഗ്രഹങ്ങളുടെ സംയോഗങ്ങൾ പലപ്പോഴും വളരെയധികം മാറ്റങ്ങളാണ് ഓരോ ജാതകർക്കും ഉണ്ടാകുന്നത്. നിമിഷം വെച്ചുകൊണ്ട് പ്രകൃതിയിലെ ജാലങ്ങൾക്ക് അല്ലെങ്കിൽ പ്രകൃതിയിലെ വ്യവസ്ഥകൾക്ക് ചെറു മാറ്റങ്ങൾ സംജാതമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വ്യവസ്ഥകൾ ഉണ്ടാകുന്നത് പോലും. അപ്പോൾ ഇന്ന് ദുഃഖിതരായിരിക്കുന്നവർ നാളെ സന്തോഷവാന്മാരാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നൈമിഷികമായി പല മാറ്റങ്ങളും ഇത്തരം ഗ്രഹങ്ങളിലൂടെ അല്ലെങ്കിൽ ഇത്തരം ഗ്രഹങ്ങളുടെ ചേർച്ചകളിലൂടെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഗ്രഹമാറ്റങ്ങളിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനകരമായിരിക്കുന്ന ഒരു കാര്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബുധൻ, ആദിത്യൻ, ശുക്രൻ തുടങ്ങിയ 3 ഗ്രഹങ്ങൾ ഒരേ രാശിയിലെത്തപ്പെടുകയും ആ 3 ഗ്രഹങ്ങളുടെ ചേർച്ചയിലൂടെ അതിശക്തമായ ത്രിഗ്രഹീ യോഗം വന്നു ചേരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഈ എപ്പിസോഡിൽ പറയുന്നത്. ത്രിഗ്രഹീ യോഗം എന്ന് പറയുന്നത് സർവ്വസൗഭാഗ്യ തലം സൃഷ്ടിക്കുന്ന ഒരു യോഗം തന്നെയാണ്. അതായത് ആദിത്യൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും ചേർച്ചയാണ്. ബുധൻ സർവ്വസൗഭാഗ്യകാരകനായിരിക്കുന്ന വിദ്യാകാരകനായിരിക്കുന്ന ഗ്രഹമാണ്. സൂര്യനാകട്ടെ തീർച്ചയായും ഗ്രഹവ്യവസ്ഥയിലെ ഏറ്റവും ഉയരങ്ങളിലിരിക്കുന്ന ഒരു ചക്രവർത്തി തുല്യമായിരിക്കുന്ന ഗ്രഹം. ശുക്രനാകട്ടെ സർവ്വസൗഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് തരുന്ന ഗ്രഹം, സൗഭാഗ്യഗ്രഹമാണ്. അപ്പോൾ ഈ 3 ഗ്രഹങ്ങളും ഒന്നിച്ച് ഒരുപോലെ വന്നു ചേരുന്ന രാശി, ആ രാശി ഫലമായിട്ട് അതിശക്തമായിരിക്കുന്ന ത്രിഗ്രഹി രാജയോഗം എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് നവംബർ മാസം ആദ്യ ആഴ്ചയിലുണ്ടാകുന്നത്. ആ ത്രിഗ്രഹി യോഗത്തിലൂടെ 5 രാശിക്കാരാണ് സമൃദ്ധിദായകമായ ജീവിതത്തിൻ്റെ സൽപശ്ചാത്തലത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. ത്രിഗ്രഹി യോഗം രൂപപ്പെടുമ്പോൾ അത് ഈ പറയുന്ന 5 രാശിക്കാരുടെ ജീവിതത്തിൽ സർവാത്മനാ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ 5 രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വരെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളിൽ പൂർണ്ണമായ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് ഓരോ മനുഷ്യൻ്റെ കരിയറിൽ ഉണ്ടാകുന്ന വ്യത്യാസം വരെ ഈ ത്രിഗ്രഹി യോഗത്തിലൂടെ സംഭവിക്കുമെന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ഇന്നലെ വരെ നല്ല മദ്യപാനിയായിരുന്ന ഒരാൾ ഒരുപക്ഷെ ഈ ത്രിഗ്രഹി യോഗം വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഉപേക്ഷിക്കപ്പെട്ട് കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അവസ്ഥ കാണാൻ കഴിയും. അങ്ങനെ കരിയറിലും സ്വഭാവത്തിലും ഒക്കെ തന്നെ മനുഷ്യനുണ്ടാക്കുന്ന ഒരു മാറ്റം, അത് എടുത്തു പറയുന്നൊരു കാര്യമാണ് ത്രിഗ്രഹി യോഗത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത്. 3 ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ വരുന്ന
അവരുടെ സംയോജിത ഊർജം വളരെ ശക്തമായി മാറുകയും ചെയ്യുന്ന യോഗമാണ് ത്രിഗ്രഹി യോഗം എന്ന് പറയുന്നത്. ഈ ത്രിഗ്രഹി യോഗം വളരെ അപൂർവമായ ഒരു യോഗമാണ്. വളരെ അപൂർവമായി മാത്രമേ സൂര്യനും ബുധനും ശുക്രനുമൊക്കെ, അതായത് സൽഗ്രഹങ്ങൾ ഒന്നു ചേരാറുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ വളരെ അപൂർവമായി എത്തുന്ന ഈ ത്രിഗ്രഹി യോഗത്തിലൂടെ 5 രാശിക്കാർക്ക് വളരെ സൗഭാഗ്യദായകമായി ജീവൽ പശ്ചാത്തലം ഒരുങ്ങുകയാണ്. ആദ്യമായി ത്രിഗ്രഹി യോഗത്തിൻ്റെ ഫലം എത്തിച്ചേരുന്നത് ഇടവം രാശിക്കാർക്കാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം പകുതി നക്ഷത്രങ്ങൾ ചേരുന്ന ഇടവം രാശിക്കാർക്ക് ത്രിഗ്രഹി യോഗം എത്തിച്ചേരുന്നു. ത്രിഗ്രഹി യോഗത്തിലൂടെ ഇടവം രാശിക്കാർക്ക് വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് നിൽക്കുന്നതിനുള്ളൊരു ഭാഗ്യമാണ് എത്തുന്നത്. ആത്മീയമായിരിക്കുന്ന കാര്യത്തിൽ അഥവാ ഈശ്വര സാരാംശത്തിൽ വളരെയധികം പ്രാധാന്യം ഇവർ ജീവിതത്തിൽ നൽകും. അതുപോലെ ക്ഷേത്ര ദർശനങ്ങൾക്കുള്ള ഭാഗ്യം എത്തിച്ചേരുന്നു. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഭാഗ്യം ത്രിഗ്രഹി യോഗത്തിലൂടെ ഇടവം രാശിക്കാരിൽ സന്നിവേശിക്കുകയാണ്. ജീവിതത്തിൽ ഒട്ടനവധി പോസിറ്റീവ് മാറ്റങ്ങളാണ് ഈ പറഞ്ഞ ത്രിഗ്രഹി രാജയോഗത്തിലൂടെ ഇടവം രാശിക്കാരിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. അത്ഭുതകരമായ നേട്ടങ്ങളും ആഗ്രഹിക്കുന്ന മാറ്റങ്ങളും കൃത്യമായി തന്നെ ഇടവം രാശിക്കാരുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണോ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന നിലവാരത്തിനേക്കാൾ കൂടുതൽ അവരിലേക്ക് എത്തിച്ചേരും. സൗഭാഗ്യദായകം എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തേക്കൊരു സൗഭാഗ്യമില്ല എന്ന് പറയേണ്ടി വരും. അതാണ് ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റം. സമ്പത്തിൻ്റെ ആണെങ്കിലും തൊഴിലിൻ്റെ ആണെങ്കിലും യാത്രകളുടെ ആണെങ്കിലും വിശേഷ ജീവൽ വ്യവസ്ഥകളുടേതാണെങ്കിലും മംഗളകരമായ കാര്യങ്ങളുടേതാണെങ്കിലും എല്ലാം വ്യവസ്ഥകൾക്ക് സംഭവിക്കാൻ പോകുന്നത് ആനന്ദത്തിൽ നിന്നും ആനന്ദം നിറയുന്ന ഒരു തലം തന്നെയാണ്. ത്രിഗ്രഹി രാജയോഗത്തിലൂടെ ഇടവം രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് വരാൻ പോകുന്ന ഒരു വർഷക്കാലത്തോളം ആഹ്ലാദദായകമായ ജീവൽ പശ്ചാത്തലമാണ് തെളിഞ്ഞു വരാൻ പോകുന്നത്. സമയം കിട്ടുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. ദർശന വ്യവസ്ഥയിൽ ഈശ്വരീയമായിരിക്കുന്ന വ്യവസ്ഥയോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. നല്ലത് വരുത്തിയതിന് അവർക്ക് ഏറ്റവും നല്ല തരത്തിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുക തുടങ്ങിയവയാണ് ഇടവം രാശിക്കാരായ നക്ഷത്ര ജാതർ ചെയ്യേണ്ടുന്നത് അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ടുന്നത്. അടുത്തത് ചിങ്ങം രാശിയാണ്. മകം, പൂരം, ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാർക്ക് ത്രിഗ്രഹി യോഗം എല്ലാ തലത്തിലും ഭാഗ്യം സിദ്ധിക്കുകയാണ്. പൂർത്തിയാകാതെ കിടന്നിരുന്ന വിശേഷകരമായ വ്യവസ്ഥിതികളെല്ലാം പൂർത്തീകരിക്കുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഒരു ഗൃഹനിർമ്മാണം തുടങ്ങി വെച്ചിട്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ കിടക്കുന്നതാണ് വിശേഷം എന്ന് പറയുന്നത്. അത് പൂർത്തീകരിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ചിങ്ങം രാശിക്കാർക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ടതായി വരുന്നില്ല. ഏതൊരർത്ഥത്തിലും ആഗ്രഹിക്കുന്നതെന്തും സ്വന്തമാക്കാൻ കഴിയുന്ന രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതരാണ് ചിങ്ങം രാശിക്കാർ. ജോലിയിൽ പല അവസരങ്ങൾ ഉണ്ടാകും. ആ അവസരങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ ഉയർന്നുയർന്നു പോകാൻ കഴിയുന്ന തലങ്ങൾ ഉണ്ടാകും. പ്രമോഷൻ സാധ്യതകൾ, അതുപോലെ തന്നെ വിചാരിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം തുടങ്ങി വളരെ സന്തോഷകരമായിരിക്കുന്ന ജീവിത പശ്ചാത്തലമാണ് ത്രിഗ്രഹി രാജയോഗത്തിലൂടെ ചിങ്ങം രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. കരിയറിലുള്ള മാറ്റം എടുത്തു പറയേണ്ടതാണ്. ഇന്നലെ വരെ അലസതാ മനോഭാവത്തിൽ നടന്ന ചിങ്ങം രാശിക്കാരൻ ത്രിഗ്രഹി രാജയോഗം രാശിയിൽ വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഊർജ്ജസ്വലനാകും. എന്ത് ജോലിക്കും ഇറങ്ങിപ്പോയി അതിൽ നിന്നും ധനം സമ്പാദിക്കുവാൻ ഉറപ്പായും ശ്രമിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ത്രിഗ്രഹി രാജയോഗം എന്ന് പറയുന്നത് ബുധൻ്റെയും ആദിത്യൻ്റെ അഥവാ രവി അഥവാ സൂര്യൻ്റെയും ശുക്രൻ്റെയും സംയോജനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവ ഒരുമിച്ച് ഒരു രാശിയിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഊർജ്ജസ്വലമാക്കി മാറ്റുക എന്നുള്ളതാണ് ആ രാശിക്ക് ഉള്ള പ്രാധാന്യം, അല്ലെങ്കിൽ ആ രാശിയെ ഊർജ്ജസ്വലമായി മാറ്റുക എന്നുള്ളതാണ്.
തളർന്ന് കിടക്കുന്ന ആളുകൾ പോലും ചാടി എഴുന്നേറ്റ് ജീവൽ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ കഴിയുന്ന തരത്തിലുള്ള അനുഗ്രഹമാണ് ത്രിഗ്രഹീ യോഗത്തിലൂടെ ഈ ചിങ്ങം രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. അന്യോന്യം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പദ്ധതി തന്നെ ചിങ്ങം രാശിക്കാരനുണ്ടാകും. എന്ന് പറഞ്ഞാൽ എന്ത് കാര്യങ്ങളാണോ പറയുന്നത്, ആ പറയുന്ന കാര്യങ്ങളെ അതേപോലെ തന്നെ ഗ്രഹിച്ചതിന് ശേഷം പ്രവർത്തിക്കുവാൻ ഇറങ്ങുന്ന ഒരു മനസ്സ് ചിങ്ങം രാശിക്കാരനുണ്ടാകുമെന്നുള്ളതാണ്. തർക്കങ്ങളില്ലാത്ത ഒരു വർഷമെന്ന് വിശേഷിച്ചും പറയാം. അതാണ് ത്രിഗ്രഹീ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിങ്ങം രാശിക്കാർക്ക് വന്നു ചേരുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ബഹളങ്ങളും പ്രശ്നങ്ങളുമായി നടക്കുന്ന ചിങ്ങം രാശിയിലെ നക്ഷത്ര ജാതർ അതിൽ നിന്നെല്ലാം മാറി സശുദ്ധരായി തന്നെ മുന്നോട്ട് നീങ്ങുന്ന ഒരവസ്ഥ നമുക്ക് ദർശിതമാകുമെന്നുള്ളതാണ് പറയാനുള്ളത്. കൃത്യമായി പ്ലാൻ ചെയ്തു നടത്തുന്ന എല്ലാ കാര്യങ്ങളും വിജയപൂർണമായി പൂർത്തീകരിക്കുവാൻ കഴിയും എന്നുള്ളതും ചിങ്ങം രാശിക്കാരുടെ ഒരു പ്രത്യേകതയാണ്. സമൂഹത്തിൽ അംഗീകാരവും ആദരവും ത്രിഗ്രഹീ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിങ്ങം രാശിക്കാർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും സാമൂഹികപരമായും ഒക്കെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് ത്രിഗ്രഹീ രാജയോഗത്തിൻ്റെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിക്കാർക്ക് കഴിയും എന്നുള്ളത് കൂടി പറയുന്നു. അടുത്തത് തുലാം രാശിയാണ്. ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശി. തുലാം രാശിക്കാർക്ക് ത്രിഗ്രഹീ രാജയോഗം പലപ്പോഴും ക്രിയേറ്റീവായി കാര്യങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യമാണ് അനുഗ്രഹിച്ച് നൽകുന്നത്. ഏത് മേഖലയിലെത്തിയാലും അവരുടെ ഒരു കയ്യൊപ്പ് അതിനകത്ത് ചാർത്തുവാൻ അവർക്ക് കഴിയും. ആ കയ്യൊപ്പ് എല്ലാവരാലും പ്രശംസിക്കപ്പെടുന്നതായിരിക്കും. അത് നിർമ്മാണ മേഖലയിലാണെങ്കിലും ഇലക്ട്രോണിക്സ് മേഖലയിലാണെങ്കിലും സിവിൽ മേഖലയിലാണെങ്കിലും എന്ന് വേണ്ട ഏതു മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണോ തുലാം രാശിക്കാരൻ, ആ മേഖലയിൽ അവരുടേതായ ഒരു കഴിവ് തെളിയിക്കുവാൻ അവർക്ക് കഴിയും. അതിലൂടെ പ്രശസ്തിയും പ്രശംസയും നേടിയെടുക്കുവാൻ കഴിയും. കൂടാതെ കലാകാരന്മാർക്ക് പുതിയ മേഖലയിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള വഴിയൊരുക്കം നടക്കുക തന്നെ ചെയ്യും. ത്രിഗ്രഹീ രാജയോഗത്തിലൂടെ തുലാം രാശിക്കാരായിരിക്കുന്ന കലാകാരന്മാർക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അവാർഡുകൾ, പ്രശംസകൾ, ക്യാഷ് പ്രൈസുകൾ തുടങ്ങി ജീവൽ പശ്ചാത്തലം സമൃദ്ധിദായകമാക്കുന്നതിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. സാമ്പത്തിക സ്ഥിതി മെച്ചമായി വരിക തന്നെ ചെയ്യും. നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് ഉയർന്നുയർന്നു പോകാൻ തുലാം രാശിക്കാർക്ക് ത്രിഗ്രഹീ രാജയോഗത്തിലൂടെ കഴിയും. അനുകൂലമായ പല കാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കുന്നതിനായിട്ടുള്ള ഒരു അവസരമാണ് ത്രിഗ്രഹീ രാജയോഗത്തിലൂടെ തുലാം രാശിക്കാർക്ക് വരുന്നത്. ബിസിനസ് മേഖലയിൽ നിൽക്കുന്ന തുലാം രാശിക്കാർക്ക് വളരെയധികം ഉയർച്ചയും അതുപോലെ തന്നെ ധാരാളം ലാഭവിഹിതങ്ങൾ നേടിയെടുക്കുവാനും കഴിയുന്ന തരത്തിലേക്ക് ആ ബിസിനസ്സിനെ വളർത്താനും വ്യാപിപ്പിക്കുവാനും കഴിയും. ജോലിയിൽ ഉയർച്ചയും പ്രശസ്തിയും തുലാം രാശിക്കാർക്ക് ത്രിഗ്രഹീ യോഗത്തിലൂടെ വന്നു ചേരുന്നത് വളരെ ഭാഗ്യദായകമായി അനുഭവിക്കുവാൻ കഴിയും. ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും കലാകായിക സാംസ്കാരിക മേഖലയിലായിട്ടാണെങ്കിലും സമ്പത്തിൻ്റേതും സമൃദ്ധിയുടേതുമായ കാലത്തിലാണെങ്കിലും വലിയ ഉയർച്ചയാണ് ത്രിഗ്രഹീ രാജയോഗത്തിലൂടെ തുലാം രാശിക്കാർക്ക് വന്നു ചേരുന്നത്. അടുത്തത് ധനു രാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം കാൽ ചേരുന്ന ധനുരാശിയാണ് അടുത്തതായിട്ടുള്ളത്. ധനുരാശിക്കാർക്ക് ത്രിഗ്രഹീ രാജയോഗം സൗഭാഗ്യദായകമായ ഒട്ടനവധി കാര്യങ്ങളാണ് അനുഗ്രഹിച്ച് നൽകാൻ പോകുന്നത്. ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ ഭാഗ്യ തുകകൾ വന്നു ചേരാനുള്ള സർവ്വസൗഭാഗ്യം ത്രിഗ്രഹീ രാജയോഗത്തിലൂടെ ധനുരാശിക്കാർക്ക് വന്നു ചേരുന്നു. അതുപോലെ തന്നെ മഹാലക്ഷ്മി ദേവിയുടെയും കുബേര രാജാവിൻ്റെയും അനുഗ്രഹം പൂർണ്ണമായും എത്തിച്ചേരുന്ന രാശിക്കാരാണ് ധനുരാശിക്കാർ. ത്രിഗ്രഹീ രാജയോഗത്തിലൂടെ ഏറ്റവും കൂടുതൽ സൗഭാഗ്യം അനുഭവിക്കാൻ പോകുന്നത് ധനുരാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതരാണ്. തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരോടൊപ്പം തന്നെ കൂടുതൽ മികച്ച ആനുകൂല്യങ്ങൾക്ക് വശംവദരാകുമെന്ന് പറയാതിരിക്കുവാൻ മാർഗമില്ല. കൂടുതൽ ഉയർച്ചകളിലേക്ക് പോകുന്നതിനുള്ള ആനുകൂല്യങ്ങൾ തീർച്ചയായും ഇവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കൂടാതെ ധനുരാശിക്കാരുടെ സാമ്പത്തിക വർധനവ് മറ്റുള്ള ആളുകളെ ഞെട്ടിക്കുന്ന തരത്തിലായിരിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ധനുരാശിയായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക്
തൊടുന്നതെന്തും പൊന്നാകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന സമയമാണിപ്പോൾ. ദാമ്പത്യ ജീവിതത്തിലൊക്കെ സൗഭാഗ്യദായകമായ സന്തോഷകരമായ നിമിഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് തിരിച്ചറിയാൻ കഴിയും. വിവാഹത്തിന് തടസ്സമായി നിൽക്കുന്ന വ്യവസ്ഥകളെല്ലാം ഒഴിഞ്ഞ് വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുവാൻ ധനുരാശിക്കാരായിരിക്കുന്ന യുവതി യുവാക്കൾക്ക് കഴിയും. എന്ന് വെച്ചാൽ തടസ്സങ്ങളെല്ലാം ഒഴിഞ്ഞ് നല്ല ഒരു കുടുംബ ജീവിതത്തിന് തുടക്കം കുറിക്കാൻ കഴിയുമെന്നർത്ഥം. സാമ്പത്തിക മെച്ചപ്പെടലുകൾ ജീവിതത്തിൽ വളരെയധികം ഉണ്ടാകുന്ന എല്ലാ സന്തോഷങ്ങളും അനുഭവിക്കുവാൻ പ്രാപ്തരാവുകയാണ് ധനുരാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതർ. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും വിദേശപരമായും ബിസിനസ് പരമായും ഒക്കെ വളർച്ചയ്ക്കുള്ള ഒരു വലിയ സമയമാണ് ത്രിഗ്രഹി രാജയോഗത്തിലൂടെ ധനുരാശിക്കാർക്ക് വന്നു ചേരുന്നത്. അവിട്ടം പകുതി ചതയം പൊരുരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭം രാശിയാണ് അടുത്തത്. ത്രിഗ്രഹി രാജയോഗത്തിലൂടെ കുംഭം രാശിക്കാർക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുന്ന തരത്തിലാണ് അനുഭവവേദ്യമാകാൻ പോകുന്നത്. പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഇവരെ തേടിയെത്തുന്നത്. ജോലിയിൽ അംഗീകാരം, ഉയർച്ച, പ്രശസ്തി തുടങ്ങിയവയുണ്ടാകും. വലിയ സാമ്പത്തിക ഗുണങ്ങൾ ജോലിയിലൂടെ ഉണ്ടാകുന്ന അവസ്ഥ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നു ചേരും. വ്യക്തിപരമായി ഏതു കാര്യം ഏറ്റെടുക്കുവാൻ ശ്രമിക്കുന്നുവോ അത് വിജയത്തിലെത്തുക തന്നെ ചെയ്യും. വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയും നല്ല തൊഴിൽ സാധ്യത തെളിയുകയും സാമ്പത്തികമായ വിജയം നേടിയെടുക്കുവാനും കുംഭം രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് ത്രിഗ്രഹി രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിയുക തന്നെ ചെയ്യും. ആരോഗ്യം മികച്ചതായി മാറും. അതുപോലെ തന്നെ രോഗാവസ്ഥയിൽ കുറേ കാലങ്ങളായി കഴിയുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ത്രിഗ്രഹി രാജയോഗത്തിലൂടെ അതിൽ നിന്ന് മുക്തരാകും. എന്ന് പറഞ്ഞാൽ ഒരിക്കലും മരുന്ന് പോലും ഫലിക്കാതെ കിടക്കുന്ന അസുഖങ്ങൾക്ക് ത്രിഗ്രഹി രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാറ്റമുണ്ടാവുകയും സന്തോഷത്തോടു കൂടി തന്നെ കുടുംബത്തിൽ അവർക്ക് പ്രവർത്തിക്കുവാൻ കഴിയുകയും ചെയ്യുമെന്നുള്ളതാണ്. എന്നുവെച്ചാൽ രോഗത്തെ മാറ്റിമറിക്കുവാൻ കുംഭം രാശിയിലെത്തുന്ന ത്രിഗ്രഹി രാജയോഗത്തിന് കഴിയുമെന്നർത്ഥം. വിദ്യാഭ്യാസപരമായി അലസത ബാധിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അലസതയിൽ നിന്ന് ഊർജം ഉണ്ടാകുവാൻ കഴിയും. യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കും. എല്ലാ അർത്ഥത്തിലും സന്തോഷകരമായ ജീവിതത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ കുംഭം രാശിക്കാർക്ക് കഴിയും. ത്രിഗ്രഹി രാജയോഗത്തിൽ വിജയിക്കുവാൻ കഴിയുന്ന 5 രാശിക്കാർക്ക് ഏറ്റവും കൂടുതൽ നന്മകളുണ്ടാവട്ടെ, ഏറ്റവും കൂടുതൽ വിജയങ്ങളുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈശ്വരനോട് അവർക്ക് നല്ലത് വരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.